ഇതെല്ലാം എൻ്റെ കല്ല് ധരിച്ചതിന് ശേഷം സംഭവിച്ചതാണ്. അവൾ ഉദ്ദേശിക്കാത്ത കാര്യമൊന്നും നടന്നു. വർഷങ്ങളോട്ട് വീട്ടിൽ കയറ്റാതിരുന്ന പെണ്ണിനെ അമ്പലത്തിൽ പോയപ്പോൾ കണ്ടു. അതൊക്കെ ഒരു നിമിത്തമാണ്. ചൊവ്വയുടെ വർഷമായതുകൊണ്ട് ചൊവ്വ അനുകൂലമായിട്ട് ജാതകക്കാർക്കെല്ലാം 2025 തന്നെ ആയിരിക്കും. ഇനി അതിനോടൊപ്പം തന്നെ ചൊവ്വയുടെ ബന്ധുഗ്രഹങ്ങളുണ്ട്, സൂര്യൻ, വ്യാഴം, ഇങ്ങനെയുള്ളവർക്കും. സർ, ന്യൂമറോളജി പ്രകാരം ഇനിയിപ്പോൾ എന്തായാലും പുതുവർഷം വരാൻ പോകുന്നു. അപ്പോൾ ഈ സംഖ്യയിലും ഭാഗ്യ നമ്പറിലൊക്കെ വിശ്വസിക്കുന്നവർക്ക് അവരുടെ ലഗ്നവശ എങ്ങനെയായിരിക്കും എന്ന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുമോ? 2025 എന്ന് പറയുമ്പോൾ 4 സംഖ്യകളാണ് വരുന്നത്. 2, 2, 5 ആണല്ലോ. 0-ന് വിലയില്ല. അപ്പോൾ 2, 2, 4, 5, 9. അപ്പോൾ വർഷത്തിൻ്റെ അധിപതി എന്ന് പറയുമ്പോൾ ചൊവ്വയാണ്, മാർസ്. 9 2025 എന്ന വർഷത്തിൻ്റെ അധിപതി. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ആധിപത്യത്തിലായിരിക്കും 2025 പോകുന്നത്. അപ്പോൾ 9 ജന്മസംഖ്യ ഉള്ളവർക്ക് ഇപ്പം 9, 18, 27 മൂന്നാമല്ല, 3 ഡേറ്റ് ആണല്ലോ 9. ഈ 3 സംഖ്യക്കാർക്ക് ഒരു പക്ഷേ അത് നല്ലതാവാം, നല്ലതാകാം. അത് ഞാൻ പൂർണ്ണമായിട്ടും ആകാമെന്ന് പറയുന്ന കാരണം ഇവര് മേടം, ചിങ്ങം, ധനു, വൃശ്ചികം, കർക്കിടകം ഈ 5 ലഗ്നത്തിലാണ് ജനിച്ചതെങ്കിൽ ഇവർക്ക് 2025 ഭയങ്കര ഗുണമായിരിക്കും വർഷം. പ്രത്യേകിച്ച് കണ്ടകശനിയോ ഏഴരാട്ട ശനിയോ കൂടി ഇല്ലാത്ത ഒരു ദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ 2025 അവരുടെ ഇത്രനാളും നടക്കാത്ത പല കാര്യങ്ങളും നടക്കും. ജന്മസംഖ്യ 9 ആയിരിക്കണം, അതായത് 9, 18, 27 ആയിരിക്കണം. ലഗ്നം ഞാൻ നേരത്തെ പറഞ്ഞ ആ ലഗ്നങ്ങൾ ഏതെങ്കിലും ലഗ്നമായിരിക്കണം. പ്രത്യേകിച്ച് ഏഴരാട്ട ശനി കണ്ടകശനി ഇല്ലാതിരിക്കൂടെ ചെയ്താൽ ഒരുപക്ഷെ വർഷങ്ങളായിട്ട് എന്തെങ്കിലും കേസൊക്കെ നടന്നുകൊണ്ടിരിക്കാന്നിരിക്കട്ടെ, സിവിൽ കേസോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടക്കാത്ത കാര്യങ്ങൾ. എൻ്റെ കയ്യിൽ നിന്ന് കണ്ണിൻ്റെ ആകൃതിയിൽ ഒരു കുട്ടി ഒരു മരതകം വേണമെന്ന് പറഞ്ഞു. അതേപോലെ യൂട്യൂബിലും ഗൂഗിളിലും കണ്ടേ. ഞാൻ ചോദിച്ചു തരാം. ഞാൻ ചോദിച്ചു എന്താണ് ഇത് ധരിക്കുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ്റെ ഓഹരി അവൾക്ക് ഇഷ്ടപ്പെട്ടവൻ്റെ കൂടെ പോയോണ്ട് അവർ കൊടുക്കാതിരുന്നേ. നടന്ന കാര്യം. എൻ്റെ അതിലെ ഫോട്ടോ കിടപ്പുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ പോയോണ്ട് 2 ജാതിയായിരുന്നു. ഹിന്ദുക്കൾ തന്നെ 2 മതവിശ്വാസികളായിരുന്നു. എന്നിട്ട് കുറേ നാൾ കഴിഞ്ഞ് ഈ പുള്ളിക്കാരിയെ മോനെയും കൂടെ ഒക്കെ ക്ഷേത്രത്തിൽ വെച്ച് ചെന്നപ്പോൾ തന്തയും തള്ളയിലും നോക്കിയപ്പോൾ അവരുടെ ജാതിയിലുള്ള പയ്യനെ കണ്ടി ടൈപ്പ് സൂപ്പർ പയ്യൻ ഇവർ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. ഇതെല്ലാം എൻ്റെ കല്ല് ധരിച്ചതിന് ശേഷം സംഭവിച്ചതാണ്. അവൾ ഉദ്ദേശിക്കാത്ത കാര്യമൊന്നും നടന്നു. വർഷങ്ങളോട്ട് വീട്ടിൽ കയറ്റാതിരുന്ന പെണ്ണിനെ അമ്പലത്തിൽ പോയപ്പോൾ കണ്ടു. അതൊക്കെ ഒരു നിമിത്തമാണ് അവളുടെ കാര്യം നടന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ ഭയങ്കര അപ്രതീക്ഷിതമായിട്ടൊരു കാര്യം നടന്നു. ഞാൻ എന്തോ ഇവിടെ കണ്ട് തൃശ്ശൂർ എറണാകുളത്ത് കണ്ട് അവർക്ക് പ്രോപ്പർട്ടി കിട്ടിയതാണ്. എനിക്ക് 2 കോടി രൂപയുടെ സംഭവം കിട്ടി. ഞങ്ങളുടെ കുടുംബസ്വത്തായിരുന്നു. ഞാൻ പറഞ്ഞ നല്ല കാര്യം. എന്നിട്ട് 11,000 രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിൽ കിട്ടുക, ഈ കല്ലിൻ്റെ പൈസ കൂടാതെ. അവർക്കുള്ള ഹാപ്പി. ഞാൻ ചോദിച്ചു എന്തിനാ കിട്ടുകയെന്ന് ഞാൻ പറഞ്ഞു, ഇല്ലില്ല അതിരിക്കട്ടെ, ഇനി എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കിട്ടുകയെന്ന്. അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെ വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ 2025 ചില വ്യക്തിയൊക്കെ നടക്കും. പക്ഷേ 9 ജന്മസംഖ്യ ആയിരിക്കണം. ചൊവ്വ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കണം. നല്ല അത്യാവശ്യം കണ്ടകശനി ഏഴരാട്ട ശനി ഇല്ലാത്ത ഒരു ജാതകന് 2025 ഭയങ്കരമായിട്ട് കാര്യങ്ങൾ നടക്കും. ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ജോലിക്ക് കയറാതിരിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. പോലീസ്, പട്ടാളം അല്ലെങ്കിൽ ഫയർഫോഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അവർക്ക് 2025 നല്ലതായിരിക്കും. 9 ഈ ചൊവ്വ അനുകൂലമായ ജാതകക്കാർക്കേ ഉള്ളൂ. വിവാഹം നടക്കാതെ, ചൊവ്വാദോഷം മൂലം വിവാഹം നടക്കാത്ത ആൾക്കാരുണ്ടല്ലോ, അവർക്കും ചൊവ്വ അനുകൂലനായ ജാതകമാണെങ്കിൽ 2025 വിവാഹം നടക്കും. 2025 പ്രത്യേകത ഏതാണ്? ചൊവ്വയുടെ വർഷമായതുകൊണ്ട് ചൊവ്വ അനുകൂലമായിട്ട് ജാതകക്കാർക്കെല്ലാം 2025 തന്നെ ആയിരിക്കും. ഇനി അതിനോടൊപ്പം തന്നെ ചൊവ്വയുടെ ബന്ധുഗ്രഹങ്ങളുണ്ട്, സൂര്യൻ, വ്യാഴം, ഇങ്ങനെയുള്ളവർക്കും 2025 തന്നെ ആയിരിക്കും. അപ്പോൾ 2025 ഗുണമാണോ ദോഷമാണെന്ന് അറിയണമെങ്കിൽ ജന്മസംഖ്യ മാത്രം നോക്കിയാൽ പോരാ. ഈ 9 ജന്മസംഖ്യ അല്ലാത്തവർക്കും 2025 ഗുണം വരും. ഇപ്പം ഞാൻ പറഞ്ഞേക്കാം, 3, 12, 21, 30 3 സംഖ്യ വരുന്നത്. 9, 18, 27 9 സംഖ്യ വരുന്നത്. പിന്നെ 1, 19, 28, 10 ഇത്രേ ആൾക്കാർക്ക് 2025 ഗുണകരമായിരിക്കും. കാരണം ഇതെല്ലാം ചൊവ്വയുടെ ബന്ധുഗ്രഹങ്ങളാണ്, വ്യാഴവും സൂര്യനും. ഈ ജന്മസംഖ്യ ഉള്ളവർക്കെല്ലാം 2025 ഗുണകരമായിരിക്കും. പക്ഷേ അത് ആണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ജാതകം ചെക്ക് ചെയ്ത് നോക്കണം. ലഗ്നം നോക്കിയാൽ മതി. ഈ പറഞ്ഞ മേട, ചിങ്ങം, ധനു ലഗ്നങ്ങളൊക്കെ ആണെങ്കിൽ
കർക്കിടക ലഗ്നമൊക്കെ ആണെങ്കിൽ 2025 വലിയ ഗുണങ്ങൾ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത്. നടക്കാതിരിക്കുന്ന വിദേശയാത്രകൾ നടക്കും, വിവാഹം നടക്കും, പ്രത്യേകിച്ച് ഭൂമിയായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ വരും. കാരണം ചൊവ്വയെ അങ്കാരകൻ ഭൂമികാരകൻ എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ നടക്കും. അപ്പോൾ 2025 വേണ്ടി ഈ പറഞ്ഞ ആൾക്കാർ വെയിറ്റ് ചെയ്യുക. നടക്കാത്ത കാര്യങ്ങളൊക്കെ നടക്കാൻ നല്ല വർഷമാണ്. ചിലരൊക്കെ അതുമൂലം ദോഷവശങ്ങൾ ഉണ്ടാകുന്നതിനും വരും. ഇപ്പം 5 ജന്മസംഖ്യ ഉള്ളവർക്ക് നേരെ അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ 5 ജന്മസംഖ്യ ഉള്ള, അതായത് ബുധന്റെ ശത്രുവാണ് ചൊവ്വ. അപ്പം ചൊവ്വയ്ക്ക് ആധിപത്യമുള്ള ഒരു വർഷമാണ് 2025. അപ്പോൾ എന്ത് പറ്റും? 5കാരെ പിന്നെ പ്രധാനമായിട്ട് 5കാരെയാണ് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്ത്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ജാതകത്തിനകത്ത് നമുക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് നിൽക്കുന്നത്, കുഴപ്പമില്ല. ഞാൻ പൊതുവായിട്ടുള്ള ഇതാണ് ഞാൻ പറയും, പൊതുവായിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. 5 ജന്മസംഖ്യ ഉള്ളവർക്ക് പ്രശ്നം വരാം. അവരുടെ ജാതകത്തിനകത്ത് അനുകൂലമായിട്ടുള്ള സമയമില്ലെങ്കിൽ 5 ജന്മത്തിൽ. കാരണം ചൊവ്വയുടെ ശത്രുവാണ് ബുധൻ. നമുക്കൊരവസരം കിട്ടിയാൽ നമ്മളെ ശത്രുക്കൾ കിട്ടി പണി കൊടുക്കത്തില്ല. അത്രയും ആലോചിച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് ശരിക്കും അറിയണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ? അപ്പോൾ 2025 ഒരു വ്യക്തിക്ക് ഗുണമാണോ ദോഷമാണോ എന്നറിയാം. സിമ്പിളായിട്ട് ജാതകം, ന്യൂമറോളജി, പിന്നെ വേദിക് ആസ്ട്രോളജി അറിയാവുന്ന ഒരു വ്യക്തിയെ കാണിക്കുക. അതിപ്പോൾ എന്നെ കാണിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആരെയാണോ നിങ്ങൾക്ക് ന്യൂമറോളജി, സാറിന് ന്യൂമറോളജിയും വേദിക് ആസ്ട്രോളജിയും ക്യാരി ചെയ്യും. അങ്ങനെ ഒരു വ്യക്തിയെ ജാതകം കാണിച്ചാൽ അദ്ദേഹം ജാതകം അനലൈസ് ചെയ്യും. 2025 എങ്ങനെ ആയിരിക്കും. ഒരു പക്ഷേ ഞാൻ പറഞ്ഞേക്കാം, അദ്ദേഹത്തിന് 2025 ഒരുപക്ഷെ മേടലഗ്നക്കാരനാവും. ലഗ്നാധിപത്യ ബലം സർവഗ്രഹ പ്രധാനം എന്നാകും. മേടലഗ്നത്തിന് അധിപതി ചൊവ്വയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മസംഖ്യ ഇനി ടോട്ടലി 9 ആണെന്നിരിക്കട്ടെ. 18 വരുമ്പോൾ അവിടെ ഒരു പ്രശ്നം വരും. 18 എന്ന് പറയുമ്പോൾ 1 8 കൂടെ കൂട്ടുമ്പോൾ 9 വരും. ജന്മസംഖ്യ 9 ആണ്. പക്ഷേ 1 സൂര്യൻ്റെ 8 ശനിയുടെയാണ്. അങ്ങനെയുള്ളവരെക്കാട്ടി കൂടുതൽ ഗുണം കിട്ടുന്ന 9 സിംഗിൾ ഡിജിറ്റായിട്ട് ജനിച്ചു വരിക. ഇപ്പം 27 രണ്ടും കൂടെ കൂട്ടുമ്പോൾ 9 വരും. ചൊവ്വയുടെ സംഖ്യയാണ് വരുന്നത്. പക്ഷേ 2 ചന്ദ്രൻ്റെയും 7 കേതുവിൻ്റെയാണ്. അത് ഗ്രഹണയോഗം എന്നൊക്കെ പറയും. പക്ഷേ ഈ 9 ഡയറക്റ്റ്ലി 9-ാം തീയതി ജനിച്ചവർക്ക് ഭയങ്കര റിസൾട്ടായിരിക്കും 2020. ഞാൻ ഈ പറഞ്ഞ ലഗ്നവും കൂടെ ആണെങ്കിൽ അത് നമുക്ക് ഗുണകരമാണെന്നറിയാൻ ജാതകം ചെക്ക് ചെയ്യിക്കുക എന്നുള്ള ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ. ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് കാണുന്ന ദോഷങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരം ചെയ്യുക. അത് ഞാൻ നേരത്തെ പറഞ്ഞ സയൻറ്റിഫിക്കലി ആവാം, താന്ത്രികപരമായിട്ടാവാം. ഇപ്പം നമുക്ക് വേണ്ടി വേറൊരു വ്യക്തി ഒരാൾ പൂജ ചെയ്യുന്നു എന്ന് പറയുന്നതിനകത്ത് എനിക്ക് വിശ്വാസമില്ല. ഇപ്പം എന്നോട് ചില അമ്മമാർ ചോദിക്കുക, എൻ്റെ മോള് UK നേഴ്സാണ്, സാറേ ഞാനിവിടെ നീരാഞ്ജനം നടത്തിയാൽ മതിയോ? ഞാൻ പറയാം, ആർക്കാ അസുഖം അവരെ മരുന്ന് കഴിക്കുക. സിമ്പിളല്ലേ. കാവ്യക്ക് അസുഖം, കാവ്യയുടെ അമ്മ പറയും എൻ്റെ മോക്ക് മരുന്ന് കഴിക്കാൻ താല്പര്യമില്ല, ഞാൻ കഴിച്ചാൽ മതി. അപ്പോൾ കാവ്യയുടെ അമ്മ മരുന്ന് കഴിച്ചാൽ കാവ്യയുടെ അമ്മയുടെ അസുഖമാണ്. പക്ഷേ ആരാണോ ഇതൊക്കെ ചെയ്യേണ്ടെന്ന്, ആർക്കാണോ ദോഷമുള്ളത്, ചില മന്ത്രങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് സ്വയം ജപിക്കാനാണ്. അല്ലെങ്കിൽ ഞാൻ പറയും മെഡിറ്റേഷൻ ചെയ്യണം. അപ്പോൾ പറയും സാറേ എനിക്ക് സമയമില്ല. ഞാൻ പറയും തിന്നാൻ സമയമുണ്ടോ, ഉറങ്ങാൻ സമയമുണ്ടോ? അപ്പോൾ ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഭഗവാന്റെ ഫോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ക്യാൻഡിൽ വാട്ടർ ടീസ് വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യും. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ചില ഭാര്യയും ഭർത്താവും വഴക്കിടുമ്പോൾ ഞാൻ പറയും നിങ്ങൾ വലുതായിട്ട് വഴക്ക് തോന്നുമ്പോൾ ഇച്ചിരി വെള്ളം വായിക്കൊള്ളുക. സംസാരിക്കാൻ തോന്നത്തില്ലെന്നൊരു 2 കൈ അടിക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്നത്. ഭർത്താവിന് ഇച്ചിരി മുൻകോപം വന്നിരിക്കട്ടെ. ആണുങ്ങൾക്ക് പൊതുവെ ഇച്ചിരി മുൻകോപം കാര്യങ്ങൾ ചിലപ്പോൾ ഇതൊക്കെ വരും, ഞാൻ ആണാണെന്നുള്ള. അപ്പം അതുപോലെ ഭാര്യയോട് നിന്ന വഴക്കുണ്ട്. അപ്പം ഭാര്യയോടെ ഞാൻ പറയും ഇച്ചിരി വെള്ളം ആ സമയത്ത് വായിക്കൊണ്ട് അവിടെ കാണാൻ പോയിരുന്നോളാം. വെള്ളം വായിലൂടെ സംസാരിക്കാൻ പറ്റത്തില്ലല്ലോ. സംസാരിക്കുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ദോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ജാതകത്തിലുണ്ടോ? കണ്ടകശനി ഇപ്പം ഞാൻ പറയുന്നതൊക്കെ നല്ല 9-ാം തീയതിയാണ് പുള്ളി ജനിച്ചിരിക്കുന്നത്. ജന്മസംഖ്യ 9 ചൊവ്വയുടെ നേരിട്ടുള്ള സംഖ്യയാണ്. 2025 വർഷം. ഇതിനെല്ലാം ഉപരി അദ്ദേഹത്തിന് ഇപ്പം നോക്കുമ്പോൾ ജന്മശനിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മീൻസ് ഇപ്പം 7-ാം ശനി, അതായത് ഇപ്പം കുംഭൻ രാശിയിലാണ് ശനി ഇരിക്കുന്നത്, ജന്മശനി. അയാൾക്ക് ഇതെല്ലാം ഒത്തു വന്നിട്ടൊരു ജന്മശനിയാണ് നടക്കുന്നതെങ്കിൽ ഈ 2025 പുള്ളിക്ക് ദോഷമേ ചെയ്യും. അപ്പം ജന്മശനി ഉണ്ടായതുകൊണ്ട് ബാക്കിയുള്ള പോസിറ്റീവ് ഫലങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ശനിയുടെ ദോഷത്തെ റിമൂവ് ചെയ്യണം. ശനിദശയാണെങ്കിൽ ശനി ദോഷത്തെ ഞാൻ നേരത്തെ പറയണം, കാക്കയ്ക്ക് ആഹാരം കൊടുക്കുക. കാക്കയാണ് ശനിയുടെ വാഹനം. അപ്പോൾ അതിന് തെളിവൊന്നും എന്നോട് ചോദിക്കരുത്. നിങ്ങൾ കാക്കയ്ക്ക് ആഹാരം കൊടുക്കും, പോസിറ്റിവിറ്റി ഉണ്ടാകും. ശനി മന്ത്രം ജപിക്കുക, നീരാഞ്ജനം നടത്തുക ക്ഷേത്രത്തിൽ. നീരാജനം, ചിലരൊക്കെ നീലാഞ്ജനം എന്നൊക്കെ പറയും. നീരാജനം ഞാൻ കുറേ ക്ഷേത്രത്തിൽ പോയി തിരുത്തിച്ചിട്ടുണ്ട്. നീലാഞ്ജനം എഴുതി തെറ്റാണ്, നീരാജനമാണ്. അത് നടത്തുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ
പിന്നെ നീലാഞ്ജന സമാനാപം രവിയുത്ത, അവിടെ നീലാഞ്ജനമാണ്, നീലാഞ്ജന കല്ലെന്ന് പറഞ്ഞില്ല, നീലാഞ്ജന കല്ല് പോലെ ജലിക്കുന്ന അങ്ങനെയുള്ള മന്ത്രങ്ങളൊക്കെ ജപിക്കുക. പിന്നെ മകരം, കുംഭം, ഇടവം, തുല ലഗ്നമാണെങ്കിൽ, മിഥുന ലഗ്നമാണെങ്കിൽ ഇന്ദ്രനീലക്കല്ല് ധരിക്കുക ഈ വിരലിൽ. അപ്പോൾ ശനിദോഷം മാറിക്കിട്ടും. ആ ശനിദോഷം മാറുമ്പോൾ എന്ത് പറ്റും? 2025 നമുക്ക് അനുകൂലമായിട്ട് വരും. താങ്ക് യു. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ സുരേഷ് ശിവശൈലവുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ശ്രീ സുരേഷുമായി ABC മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.